ഹായ്, ഇന്ന് നമുക്ക് ഭഗവത്ഗീത 6-ാമത്തെ അധ്യായത്തിൽ 30-ാമത്തെ ശ്ലോകത്തെപ്പറ്റി മനസ്സിലാക്കാം. കൃഷ്ണൻ പറയുകയാണ്, നീ എന്നെ പിന്തുടരുകയാണോ? യോ മാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി ന സജമേന പ്രണശ്യതി. എവിടെയും ഞാൻ കുടികൊള്ളുന്നതായും എല്ലാം എന്നിൽ അടങ്ങുന്നതായും കാണുന്നവന് ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. എനിക്ക് അവനും നഷ്ടപ്പെട്ടു പോവില്ല. കൃഷ്ണാവബോധം ഉദിച്ച ഒരു വ്യക്തി ഭഗവാനെ എവിടെയും ദർശിക്കുന്നു. എല്ലാം കൃഷ്ണനിൽ അവസാനിക്കുന്നു എന്ന് കാണുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തി ഭൗതിക പ്രകൃതിയുടെ ആവിഷ്കാരങ്ങളെയെല്ലാം കൃഷ്ണശക്തിയുടേതാണെന്ന് മനസ്സിലാക്കുന്നു. അതിനാൽ അവ ഓരോന്നും കാണുമ്പോഴും അയാൾ കൃഷ്ണനെക്കുറിച്ച് ബോധവാനാണ്. കൃഷ്ണനെ കൂടാതെ ഒന്നിനും നിലനിൽക്കാനാവില്ല. കൃഷ്ണനാണ് എല്ലാറ്റിൻ്റെയും നാഥൻ. ഇതാണ് കൃഷ്ണാവബോധത്തിൻ്റെ മൗലിക സിദ്ധാന്തം. കൃഷ്ണാവബോധം എന്നാൽ കൃഷ്ണനിൽ പ്രേമം വളർത്തിയെടുക്കലാണ്. സംസാരമുക്തിയേക്കാൾ സമൃത്കൃഷ്ടമാണ് ഈ അവസ്ഥ. ആത്മസാക്ഷാത്കാരത്തേക്കാൾ ശ്രേഷ്ഠമായ കൃഷ്ണാവബോധത്തിൻ്റെ ഈ നിലയിൽ കൃഷ്ണൻ ഭക്തൻ്റെ സർവസ്വമായി തീരുകയും കൃഷ്ണപ്രേമത്തിൽ ഭക്തൻ പൂർണ്ണത നേടുകയും ചെയ്യുന്നു. ഈ വിധത്തിൽ അയാൾ കൃഷ്ണനോട് ഏകീഭവിക്കുന്നു. അങ്ങനെ ഭഗവാനും ഭക്തനുമായി അടുത്ത ബന്ധമുണ്ടാക്കുന്നു. ഈ നിലയിലെത്തിയ ജീവാത്മാവിന് ഒരിക്കലും നാശമില്ല. ഭഗവത് ദർശനം ഭക്തന് ഒരു നിമിഷത്തേക്ക് പോലും നഷ്ടപ്പെടുന്നുമില്ല. കൃഷ്ണന് ലയിക്കൽ ആത്മീയ വിനാശമാകുന്നു. ആ വിപത്തിൽ ഭക്തൻ ചെന്നു ചാടാറില്ല. ബ്രഹ്മസംഹിതയിൽ പറയുന്നു, പ്രേമാജ്ഞമുച്ചരിത് ഭക്തി വിലോചനേന സന്തഃ സദൈവ ഹൃദയേഷു വിലോകയന്തി യം ശ്യാമസുന്ദരമചിന്യ ഗുണസ്വരൂപം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ഭക്തന്റെ പ്രേമാഞ്ജനമെഴുതിയ കണ്ണുകൾക്ക് എപ്പോഴും ദൃശ്യനായിട്ടുള്ള ആദിപുരുഷനായ ഗോവിന്ദനെ ഞാൻ ഭജിക്കുന്നു. ഭക്തഹൃദയത്തിൽ തൻ്റെ ശ്വാസതമായ ശ്യാമസുന്ദര രൂപത്തിൽ അവിടുന്ന് വാഴുന്നത്. ഈ അവസ്ഥയിൽ കൃഷ്ണൻ ഒരിക്കലും ഭക്തന്റെ കണ്ണിൽ നിന്ന് മറയുന്നില്ല. ഭക്തന് ഭഗവാനെ ദർശിക്കാതെ ഒരു നിമിഷം പോലും കഴിയേണ്ടി വരുന്നില്ല. ഇതുപോലെയാണ് കൃഷ്ണനെ പരമാത്മ സ്വരൂപേണ ഹൃദയത്തിൽ ദർശിക്കുന്ന യോഗിയുടെയും സ്ഥിതി. ആ യോഗി ഒരു ശുദ്ധഭക്തനായി തീരുകയും അയാൾക്ക് ക്ഷണനേരം പോലും സുഹൃദയസ്ഥനായ ഭഗവാനെ ദർശിക്കാനാകാതെ ജീവിക്കാൻ വയ്യെന്നാവുകയും ചെയ്യുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.